ഷിരൂരിൽ രക്ഷാദൌത്യം അത് അവസാന ഘട്ടങ്ങളിലേക്ക് നിർണായക മണിക്കൂറുകളിലേക്ക് എത്തുകയാണ്. ഊർജിതമായിട്ടുള്ള രക്ഷാദൌത്യമാണ്. ഈ 10-ാം ദിവസം അർജുനെ വീണ്ടെടുക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നാം എല്ലാവരും ഉള്ളത്. അർജുനെ ഇന്ന് നമുക്ക് ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുന്നു. എന്താണെങ്കിലും തലകീഴായാണ് ആ കാണുന്ന ബൂം എക്സ്കവേറ്റർ അവിടെ ജോലി ചെയ്യുന്ന, ആ മണ്ണ് നീക്കം ചെയ്യുന്ന ആ ഭാഗത്താണ് ആ ലോറി തലകീഴായി മറഞ്ഞു കിടക്കുന്നത്. അവിടെ തന്നെയാണ് നമ്മുടെ സോണാർ സിഗ്നലിൽ ആ ലോറിയുടെ സാന്നിധ്യം തിരിച്ചറിയുകയും ചെയ്തത്. ആ സ്ഥിരീകരണം വന്ന സ്പോട്ടിൽ ഇപ്പോഴും മണ്ണ് നീക്കം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതിനിടെ നാവികസേന അവിടെ ആ പ്രദേശത്തേക്ക് കൂടുതൽ അടുത്തു ചെല്ലാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. കൂടുതൽ അടുത്ത് ആ പ്രയത്നങ്ങളിൽ പങ്കുചേരാനുള്ള ശ്രമം അത് തുടരുകയാണ്. പക്ഷെ അപ്പോഴും വലിയ അടിയൊഴുക്കാണ്. പുഴയിലെ അടിയൊഴുക്ക് ഇങ്ങനെ ശക്തമായി നിൽക്കുന്നു എന്നുള്ളതാണ്. ഡ്രോൺ ബാറ്ററി എത്തിച്ചു, പുഴയിൽ പരിശോധന നടക്കുന്നു, ഷിരൂരിൽ ഊർജിതമായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും അർജുൻ കാണാമറയത്ത് തന്നെയാണ് എന്നുള്ള സങ്കടം മാത്രമാണ് നമ്മൾ മലയാളികൾക്കുള്ളത്. ആ പ്രതീക്ഷ അത് നമ്മൾ എത്ര ദിവസമായി കാത്തിരിക്കുന്നു അർജുന് വേണ്ടി. ഇന്ന് 10-ാം ദിനമെങ്കിലും നമ്മുടെ അർജുനെ നമുക്ക് ലഭിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും ഉള്ളത്. അർജുൻ്റെ വീട്ടുകാരുൾപ്പെടെ എല്ലാവരും അതിനെ കാത്തിരിക്കുകയും ചെയ്യുന്നു. ഷിരൂരിലേക്ക് കൂടുതൽ കരസേനയിലെ അംഗങ്ങൾ, നാവികസേനയിലെ അംഗങ്ങൾ, NDRFിലെ അംഗങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. അതായത് ഇതൊരു ഫൈനൽ ഡേ ആയി തന്നെ കണക്കാക്കുന്നു. ഏറ്റവും പരമാവധിയുള്ള സൗകര്യങ്ങൾ അവിടെ എത്തുന്നുണ്ട്, പരമാവധിയുള്ള ശ്രമങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. യാതൊരു തരത്തിലും ഈ രക്ഷാദൗത്യം ഇപ്പോൾ അവിടെ വീഴ്ച സംഭവിക്കുന്നുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതുകൊണ്ട് അത്തരം വിമർശനങ്ങളൊക്കെ ഒഴിവാക്കി നിർത്താം. മാത്രമല്ല, ഇതിനിടയിലാണ് പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ വിനേഷ് കുമാർ സൂചിപ്പിച്ചതുപോലെ ആ കുടുംബത്തിനെതിരെ എത്രമാത്രം മോശമായിട്ടാണ് പല ആളുകളും ഈ യൂട്യൂബിലൊക്കെ പ്രതികരിക്കുന്നത് എന്നുള്ളത്. സൈബർ ആക്രമണത്തിന്റെ ഒരു ഇടമായി അതിനെ മാറ്റുന്നു, ഒരു വിഷയമായി അർജുന്റെ കുടുംബത്തെയും ഒക്കെ കൊണ്ടുവരുന്നത് ഈ സമയത്ത് അത് ലജ്ജാകരമാണ്. ലോകം മുഴുവൻ, രാജ്യം മുഴുവൻ കേരളത്തിന്റെ ഈ പ്രയത്നത്തെ ഉറ്റുനോക്കുമ്പോൾ ഇത്തരത്തിലുള്ള വിത്തുകൾ നമുക്കിടയിൽ പാകേണ്ട സാഹചര്യമുണ്ടോ എന്നുള്ളതാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവർ ഒന്ന് ഓർക്കേണ്ടത്. അത്തരം സാഹചര്യങ്ങളിലേക്ക് പോകലേ എന്നുള്ള ദയവായിട്ടുള്ള അഭ്യർത്ഥന മാത്രം. നമുക്ക് നിലവിൽ അർജുനെ വീണ്ടെടുക്കാൻ വേണ്ടി മാത്രം പ്രയത്നിക്കാം, അതിനുവേണ്ടി മാത്രം ശബ്ദമുയർത്താം, അതിനുവേണ്ടി മാത്രം കൈകോർക്കാം. അല്ലാതെ ഇത്തരം വിഷപ്രചരണങ്ങൾക്ക് നിന്നുകൊടുക്കരുത് എന്നുള്ള അഭ്യർത്ഥന മാത്രമാണ് ഈ സമയത്ത് നടത്തുക. എന്നാണെങ്കിലും അവിടെ പ്രയത്നം തുടരുകയാണ്, രക്ഷാദൗത്യം തുടരുകയാണ്. വലിയ തിരിച്ചടികൾ, വലിയ പ്രതിസന്ധികൾ ഉണ്ട് എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. മഴ പെയ്യുന്നുണ്ടായിരുന്നു, ഇപ്പോൾ കാലാവസ്ഥ മാറിയിട്ടുണ്ട്. പക്ഷേ അതിനുമപ്പുറത്തേക്ക് അതിശക്തമായിട്ടുള്ള ഒഴുക്കാണ്, അതിശക്തമായിട്ടുള്ള അടിയൊഴുക്കുണ്ട്. ആ അടിയൊഴുക്കിൻ്റെ സാഹചര്യം അത് വലിയ തോതിൽ പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ട്. ഈ ഒരു പ്രശ്നങ്ങളെയും പ്രതിബന്ധങ്ങളൊക്കെ മറികടന്ന് വേണം രക്ഷാദൗത്യം നടത്താൻ. അപ്പോൾ അതാണ് സാഹചര്യം. എന്താണെങ്കിലും ഷിരൂരിൽ നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചില കാര്യങ്ങൾ അത് അടുത്ത മണിക്കൂറിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ